വാ ഇരിക്കി. നിന്റെ ടൂറൊക്കെ കഴിഞ്ഞിട്ട് എപ്പോൾ വന്ന്? ഓ, അവള് കഴിഞ്ഞ ആഴ്ച വന്നിട്ട് പോയുള്ളേ. എനിക്ക് എൻ്റെ കുട്ടിക്ക് എന്തൊക്കെ അറിയാമെന്നറിയോ? ഒരുമിച്ച് എല്ലാ കാര്യം അറിയാം. എല്ലാ പാചകവും എല്ലാ പരിപാടിയും ഇനി വീട്ടിൽ കേൾക്കാൻ മാങ്ങ എന്തൊക്കെയുണ്ട് അതൊക്കെ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കും. അത് വീടും നോക്കും, കുട്ടികളെയും നോക്കും, ജോലിക്കും പോകും, എല്ലാം ചെയ്യുന്നുണ്ട്. നല്ല കഴിപ്പുണ്യ കേട്ടോ. എന്തിട്ടോക്കിയാലും നല്ലതാണ്. എൻ്റെ അടുത്ത് പറയാം, അമ്മ ഇതിങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞു തരും. ഞാൻ എന്നെ എന്താ വിട്ട് പോവാ. കുട്ടി എന്തൊക്കെയാണ് ഉണ്ടാക്കണമെന്നറിയോ? എല്ലാം കൊണ്ട് കഴിവുള്ളൊരു കുട്ടിയാണ്. ആ മരുമോള് കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ വെച്ചാൽ എല്ലാം ഒന്നും ചെയ്യാൻ അറിയില്ല എന്നില്ല, കുഴപ്പമില്ല. അതിൽ പിന്നെ ഉണ്ടാക്കും. പിന്നെ ഞാനുണ്ടല്ലോ പറഞ്ഞു കൊടുക്കാൻ, അതൊന്നും കുഴപ്പമില്ല. അപ്പം അയ്യാണ്ട് കിടന്നപ്പോൾ മരുമോൾ തന്നെ ഉണ്ടായിരുന്നു. നോക്കിയതൊക്കെ അവൾ തന്നെയാണ്. പക്ഷേ അത്ര വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഭക്ഷണം വയ്ക്കാനൊക്കെ അല്ലേ ഇപ്പോൾ പണിയുള്ളൂ. ഞാനിങ്ങനെ അഡ്ജസ്റ്റൊക്കെ ചെയ്യും. ഒറ്റയ്ക്കല്ലേ, ഉപ്പില്ലെങ്കിലും മുളകില്ലെങ്കിലും നമുക്കിപ്പോൾ എന്താ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ഒന്നും ഉണ്ടാൻ പോയില്ല. ഞാൻ മോരേറിക്ക് അരയ്ക്കാനാണോ? മോരേറിക്ക് അരയ്ക്കുമ്പോൾ ആരെങ്കിലും വെളുത്തുള്ളി ഇടുമോ? എമ്മയൊന്നും ഇല്ല കേട്ടോ. അതൊന്ന് അരക്കണ്ടേ. വെളുത്തുള്ളി ഒന്നും ആരും മോരേറിൽ ഇടാറില്ല. ആ ജോലി കഴിഞ്ഞ് വന്നോ? എമ്മയും പിള്ളേരും വരുന്നുണ്ടെന്നേ. അതുകൊണ്ട് ഞാൻ കുറച്ച് മീൻ വാങ്ങിച്ചു. ഒരുപാടൊന്നുമില്ല, ഒരു കിലോ മത്തിയാണ് കിട്ടിയത്. വലിയ ഭക്ഷണം മീനൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ പിന്നെ എന്തായാലും പിള്ളേർക്ക് മീൻ വേണം. അപ്പം ഞാൻ മത്തി വാങ്ങിച്ചു. ഞാനും കൂടെ നമുക്ക് വൃത്തിയാക്കിയിട്ടേ ഇപ്പം തന്നെ വേണമെന്നില്ല, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണം പിള്ളേർ വരുമ്പോഴേക്ക് വറുത്ത് വയ്ക്കാൻ വെച്ചിട്ടാണ്. ഒന്നും പറയണ്ടേ. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകും. വീട്ടിൽ പോയിട്ട് നിൽക്കണം. ഓഫുള്ള ദിവസം ലീവുള്ള ദിവസമൊക്കെ വീട്ടിൽ പോകും. എന്തിനപ്പം നിങ്ങൾ വീട്ടിൽ പോകണമെന്നറിയില്ല. എല്ലാ ആഴ്ചയും വീട്ടിൽ പോകും. രമ്യോ അവൾ വീട്ടിലുണ്ട്. അവളും പിള്ളേരും വീട്ടിലുണ്ട്. അതല്ലേ ഞാൻ കുറേ നേരം അവിടെ നിന്നത്. കുറേ പിള്ളേർക്കൊക്കെ എന്തെങ്കിലും പിന്നെ അവനെപ്പോഴും അതുണ്ടാകാൻ വേണ്ടി നിന്നിട്ട് ഇപ്പോൾ വന്നതാണ്. അവളില്ലല്ലോ. അവളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു വീട്ടിൽ പോയി എന്താ പാച്ചിലാച്ചിട്ട് വീട്ടിൽ പോകാലോ. അപ്പോൾ അവൻ പറയിട്ടില്ല. ഇപ്പം നമ്മളെങ്ങനെ പറയാം.